ആ വരുന്നടേ. അയ്യപ്പൻ ഫാമിലി മീൽസ് ആണ്. നല്ല കിടിലം ഫുഡ് എന്നാണ് പറയുന്നത്. നമസ്കാരം. എന്നാണ്ട് സുഖം? സുഖമായിട്ട്. ആശാന് ബൺപൊറോട്ട വേണം പോലും. അങ്ങനെ കൊണ്ടുവന്നപ്പോ അതെ, അത് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനിട്ട് ചെയ്താക്കിയതാകാം, സമയം പിടിക്കും. അതല്ല വെച്ച് കഴിഞ്ഞാൽ നീ ഒരു ദിവസം വരുമ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അപ്പൊ നമ്മളിപ്പോ നേരത്തെ കൂടി ബുക്ക് ചെയ്യാ ചെയ്യുന്ന ബൺപൊറോട്ട? ബൺപൊറോട്ട പറയണത് നമ്മൾ ഇവിടുത്തെ ഐറ്റം അല്ല. ബൺപൊറോട്ട എന്നുള്ളത് അദ്ദേഹത്തിന് സിനിമയ്ക്കായിട്ട് യൂത്തുകൾക്കായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിച്ച ഒരു ഐറ്റമാണ് വിനീതേട്ട. അതിന് സിനിമയുടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വൺ പൊറോട്ട പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അത് ബീഫ് കറിയും വെച്ചിട്ട് കൊടുത്തതാണ്. ബൺപൊറോട്ട നമുക്ക് വേറെ ദിവസം വന്നിട്ട് വിളിച്ച് വന്ന് കഴിക്കാം. തലക്കാൻ നമുക്ക് നല്ല ദോശ, പൊറോട്ട, മസാല ദോശ, സാധാ പൊറോട്ട കഴിക്കാം. നമുക്ക് അടുക്കളയിൽ പോയിട്ടേ എല്ലാം ഒന്ന് കണ്ടേച്ചും വരാം. വിനീതേട്ടൻ്റെ ഹൃദയം എന്ന ഒറ്റ സിനിമ കൊണ്ടാണ് അയ്യപ്പൻ്റെ കട ഇത്ര ഹിറ്റായതും ഇത്ര പേര് അറിഞ്ഞതും. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് അവരെ കണ്ട വലിയ അക്ഷരത്തിൽ ഹൃദയം. ആ സിനിമ അതേ ഫോണ്ട് സ്റ്റൈൽ തന്നെയാണ് പേര് എഴുതിയേക്കുന്നത്. അയ്യപ്പൻ പുഷ്പ ഹൃദയം. അയ്യപ്പൻ്റെ പുഷ്പേച്ചി, പുഷ്പമ്മയുടെ പേര്, പിന്നെ ഹൃദയം എന്നുള്ള പേരും. പിന്നെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കടക്കെ പൊളിച്ചു. ഇപ്പോൾ അത്യാവശ്യം 2 നിലയുള്ള ബിൽഡിംഗ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തൊരു തിരക്കിലാണോ? ഓർഡർ ഉണ്ടോ? ഉണ്ടല്ലോ. കാറ്ററിംഗ് നമുക്കിപ്പോ ഉണ്ട്. ഒന്ന് കാറ്ററിംഗ് അല്ലെങ്കിൽ ഉച്ചത്തിരക്കോ? കാറ്ററിംഗ് രാവിലെ എല്ലാം ഫുഡ് 9 മണിയാകുമ്പോഴേക്ക് കയറ്റി വിടും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇവിടെ കടയിൽ കൊടുക്കാനുള്ളത്. വന്നായിരുന്നു. പേര് കണ്ടു, സന്തോഷമായി. ഇങ്ങനെ ഇതിലിങ്ങനെ ഈ ലോകം അറിയപ്പെടുന്നതിൽ അയാൾക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. അതെ അതെ. തങ്കപ്പേട്ട ഒരു 30 പൊറോട്ട, ഒരു 25 ദോശ പാർസലിനാണ്. രാവിലെയും ഉച്ചയ്ക്കും ആണ് മെയിൻ കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ കടയടയ്ക്കും. ഉച്ച ഊണിനാട്ടോ തിരക്ക് കൂടുതൽ. പിന്നെ ശനി ഞായറും ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും തിരക്കുണ്ടാവും. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നോർമലി സാധാരണ ഒരു നാട്ടിൻ പുറത്തെ കച്ചവടം പോലെ തന്നെ പോകും. ഇവിടെ താഴെ തന്നെ 10-30 പേർക്ക് ഇരിക്കുക, മുകളിൽ ഒരു 10-30 പേർക്ക് ഇരിക്കും. അറ്റ് എ ടൈം ഒരു 60-70 പേർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് കട ചെയ്തേക്കുന്നത്. രാവിലെ എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ്? പൊറോട്ട, ദോശ, ഊറ്റപ്പം, റോസ്റ്റിൽ ഓനിയൻ റോസ്റ്റ്, ഗീ റോസ്റ്റ്, പ്ലെയിൻ. രാവിലത്തെക്കാട്ട് ഉച്ചയ്ക്കായിരിക്കും തിരക്ക് കൂടുതൽ. ഉച്ചയ്ക്കാണ് നല്ല തിരക്ക്. രാവിലെ ഇവിടുത്തെ ലോക്കൽ ആളുകളുണ്ടാവും. പിന്നെ വല്ലപ്പോഴും ടൂർ വണ്ടിയൊക്കെ വരികയാണെന്ന് വെച്ചാൽ അവരറിയുന്നവര് കയറി വരും. അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ആളുകൾ. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത 3 മണി വരെ നല്ല തിരക്കായി. ഉച്ചയ്ക്ക് നമ്മളെ ഊണ് ഒരു ചെറിയൊരു മിനി സദ്യ പ്ലസ് പായസം, അതിന്റെ കൂടെ ബീഫ്, ചിക്കൻ, മീൻ വറുത്തത്, ചില്ലി ചിക്കൻ, മീന് ഡാം മീനായിരിക്കും. പാലക്കാട് ജില്ലയിൽ കിട്ടുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ഇതെന്ത് ഊത്തപ്പം? ഉള്ളി ഊത്തപ്പം, ഉണി ഊത്തപ്പം, ഉണ്ണൂത്തപ്പം, പൊറോട്ട, സാദാ ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ 5-8 വെറൈറ്റി ഉണ്ട് രാവിലെ. ഉച്ചയ്ക്കാണ് മെയിൻ പരിപാടി കേട്ടോ. പിന്നെ വിനീതൻ പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാടിൻ്റെ ഗ്രാമഭംഗി, ഈ പല്ലശന ഭാഗം, അതുപോലെ കൊല്ലംകോട്ട് ഭാഗം, ഇതൊന്നും കണ്ടാലും മടുക്കാത്ത ഏരിയകളാണ്. കൊല്ലംകോട്ടിലേക്ക് ഭംഗി വല്ലാത്ത ഭംഗി. ഇപ്പോൾ കൊല്ലംകോട്ട് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ള ഇങ്ങോട്ട്. അപ്പോൾ കൊല്ലംകോട് ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊല്ലംകോടും കണ്ട് നല്ല ഉച്ചഭക്ഷണം കഴിക്കാൻ കണക്കാക്കി എത്താം. അല്ലെങ്കിൽ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്താം. ഒരു 4 മണിയാവുമ്പോൾ ഏകദേശം ചോറും കാര്യമൊക്കെ തീരും. അങ്ങനെ എന്തായാലും നൈസ്. അയ്യപ്പൻ്റെ കട പൊളിയാണ്. അയച്ചേട്ടാ, അങ്ങനെ കൊള്ളാവാ, ഗംഭീരം, തെറ്റ് ഇതൊക്കെ വിട്ടേക്കാം. സൂപ്പർ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ.